സ്വാഗതം. ലൈവ് അറ്റ് 6 നോക്കാം തലക്കെട്ടുകൾ. ഗണേഷ് കുമാർ NSS തർക്കം രൂക്ഷമാകുന്നു. സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗണേഷ് കുമാർ. മന്നമിരുന്ന കസേരയിൽ ശുനകനിരിക്കുന്നുവെന്ന് തോന്നിപ്പിക്കരുത്. NSS നേതൃത്വത്തിൽ വൻ അഴിമതിയെന്നും ആരോപണം. NSS നേതൃത്വത്തെ വിമർശിക്കുന്ന പുസ്തകം ഗണേഷ് കുമാർ പുറത്തിറക്കി. കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തള്ളി മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഒരു ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് വിശദീകരണം. കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ അബ്ദുറഹ്മാനെതിരെ ഗുരുതര ആരോപണങ്ങൾ. സ്പോൺസറെ തിരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമില്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നതെന്നും കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരി കടത്തലിന് പിടിയിലായ ആളെന്ന് CPM. പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ട MV ഗോവിന്ദൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നവർ ലഹരി കടത്തുന്നുവെന്ന് ആക്ഷേപം. മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകൾ നൽകുന്നതിന് സോഷ്യൽ മീഡിയയിൽ വിലക്കെന്നും ആരോപണം. വ്യാജ ട്രേഡിംഗ് ആപ്പുകളുടെ പേരിൽ സൈബർ തട്ടിപ്പ്. മലയാളികളടങ്ങുന്ന സംഘം ഡൽഹിയിൽ പിടിയിൽ. പിടിയിലായത് കാസർഗോഡ് സ്വദേശികളടക്കം 9 പേർ. മലപ്പുറം താനൂർ സ്വദേശി ഇംതിയാസിനെ കാണാതായ സംഭവത്തിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച അന്വേഷണം. നാഗ്പൂരിലെത്തി ഇംതിയാസ് സ്വിഗ്ഗി വഴി ഭക്ഷണം ഓർഡർ ചെയ്തതായി പോലീസ് കണ്ടെത്തി. ബംഗളൂരുവിൽ എത്തിയതിനു ശേഷമാണ് ഇംതിയാസിനെ കാണാതാവുന്നത്. വെൽഫെയർ പാർട്ടി നേതാവ് ലീഗ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ. N ഷംസുദ്ദീന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുൻ സംസ്ഥാന സെക്രട്ടറി K അഷ്റഫിന്റെ നിയമനം വിവാദത്തിൽ. ലീഗ് പ്രവർത്തകരെ മന്ത്രി സ്റ്റാഫിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നുള്ള പരാതിക്കിടെ വെൽഫെയർ പാർട്ടി നേതാവിന് നിയമനം. ലൂണാർ ബേസ് പദ്ധതിയിലേക്ക് ISROയെ ക്ഷണിച്ച് നാസ. ചാന്ദ്രനിലയത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിക്കാൻ ക്ഷണം. ബഹിരാകാശ പദ്ധതികളിൽ ISRO നാസ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. പോലീസിന് നേരെ ഭീഷണി പ്രസംഗവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. പോലീസുകാർക്കും വീടുകളുണ്ടെന്നും അവിടെ ഞങ്ങളും കയറുമെന്നും ഭീഷണി. CPM പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ പോലീസുകാരെ നോക്കിവെച്ചിട്ടുണ്ടെന്നും വെല്ലുവിളി. അർജുൻ ആയങ്കിക്കായി മല്ലപ്പള്ളിയിലെ CPM പ്രവർത്തകരുടെ വീട്ടിൽ പരിശോധന നടത്തിയത് പ്രകോപന കാരണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുത്തിയ ഇടതുചിന്തകൻ MB പരമേശ്വരൻ വിടവാങ്ങി. അന്ത്യം തൃശൂരിലെ വീട്ടിൽ ഉച്ചയോടെ. ഓർമ്മയാകുന്നത് കേരളം ആദരിക്കുന്ന ജനകീയ ശാസ്ത്രപ്രചാരകൻ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഉപജ്ഞാതാവ്. ആണവ ശാസ്ത്ര ജോലി രാജിവെച്ച് കേരളത്തിലെത്തിയത് CPMൽ പ്രവർത്തിക്കാൻ. 4ാം ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടി പുറത്താക്കി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളമെന്നാക്കുന്ന ബില്ല് പാസാക്കി ലോക്സഭ. അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതി വിധി ഒക്ടോബറിലെന്ന സൂചന നൽകി ചീഫ് ജസ്റ്റിസ്. ബോധ്ഗയ കേസ് പരിഗണിക്കുന്നതിനിടെ പരാമർശം. വിധി പറയുക 9-അംഗ ഭരണഘടനാ ബെഞ്ച്. പ്രിയദർശിനി പദ്ധതിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ജീവനക്കാർക്കെതിരെ നടപടി വരും. തിരുവനന്തപുരം വെള്ളറട KSRTC ഡിപ്പോയിലെ 7 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ. ബാനറുകളും പ്രചാരണ ബോർഡുകളും സ്ഥാപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ നടപടി. LPST ഉദ്യോഗാർത്ഥികൾ നടത്തി വന്നിരുന്ന നിരാഹാര സമരം പിൻവലിച്ചു. തീരുമാനം
വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടരും. സമരക്കാരോട് തുറന്ന സമീപനമെന്ന് മന്ത്രി. PSCക്ക് ആശ്വാസം. ആസൂത്രണ ബോർഡ് പരീക്ഷ ഉത്തരക്കടലാസ് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന് സ്റ്റേ. ഹൈക്കോടതി സ്റ്റേ ചെയ്തത് 1 മാസത്തേക്ക്. അർജുനായങ്കി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. കോതമംഗലം SHO ഭീഷണിപ്പെടുത്തിയ കേസിൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതം. കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിലെത്തിച്ച സുഹൃത്ത് രാഹുലിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. സൈബർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി TG മോഹൻദാസ്. മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് കോടതി. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയം. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിലില്ല. പോലീസിന്റേത് അനുമാനങ്ങൾ മാത്രമെന്നും ACJM കോടതി. ബസ്സിൽ വച്ചുള്ള ലൈംഗിക അതിക്രമത്തിന് മുൻ മന്ത്രി ശിവൻകുട്ടിയുടെ ഗൺമാന് സസ്പെൻഷൻ. പ്രജീഷിനെതിരെ നടപടി പെൺകുട്ടി നൽകിയ പരാതിയിൽ. പരാതി ഒതുക്കി തീർക്കാൻ ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ. വീഡിയോ സഹിതം തെളിവുണ്ടായിട്ടും നടപടിയെടുക്കാൻ വൈകി. കൊളംബിയയെ നടുക്കിയ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചത് 132 പേർ. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനം. US-നോട് ഇനി വിട്ടുവീഴ്ചയില്ലെന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കുമില്ല. സൈന്യത്തെയും ഉടച്ചുവാർത്ത് മുസ്തഫ. 50 വർഷത്തിനിടെ ഇറാൻ കൊലപ്പെടുത്തിയ പ്രതിഷേധക്കാരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് അമേരിക്ക. വിശദമായി. NSSനെതിരെ ആഞ്ഞടിച്ച് KB ഗണേഷ് കുമാർ. NSSൽ കൊടിയ അഴിമതിയാണ് നടക്കുന്നത്. അഴിമതി എന്നാൽ സ്വജന പക്ഷപാതം. താൻ സുകുമാരൻ നായരെ ചോദ്യം ചെയ്തു. അതാണ് തന്നെ പുറത്താക്കാൻ കാരണമെന്ന് KB ഗണേഷ് കുമാർ പറയുന്നു. നമ്മള് ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്. ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക് ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും അത് നല്ല. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. NSS ചിലർ കൈയടക്കിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ജനാധിപത്യമില്ല. കനകസിംഹാസനത്തിൽ ഏതും ശുനകനും ഇരിക്കാമെന്ന അവസ്ഥയിൽ മന്നമിരുന്ന കസേരയിൽ ഇരിക്കരുതെന്നാണ് KB ഗണേഷ് കുമാറിന്റെ പരിഹാസം. മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലേ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് മാഞ്ച് പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ്, അതുപോലെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക. 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിൻ്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുകയാണ്. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാൽ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ? അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ലേ? അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ് കുഴപ്പം. നമ്മുടെ ആചാരനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാരനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നേ? 50% പോലും മാർഗില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർക്ക് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണെന്ന് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, മന്ന ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി.
മന്നം സമാധി തുറന്നു നൽകിയില്ലെങ്കിൽ സമരം തുടങ്ങണം. ചട്ടമ്പി സ്വാമിയെ അറിയാത്തയാളാണ് സുകുമാരൻ നായരെന്നും ഗണേഷ് കുമാർ വിമർശിക്കുന്നു. സുകുമാരൻ നായരുടെ രീതികൾ അനുകരിച്ചു കാണിച്ചും ഗണേഷ് കുമാർ പരിഹസിച്ചു. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇപ്പം ഇവിടെ ഒരാൾ വന്നത് ഇപ്പം നമ്മൾ പൂച്ചകറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്നതായിട്ടും ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത് വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയി. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലൊരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. പോയി കണ്ട പിന്നെ തലയുറി പേനിൻ്റെ അസുഖം. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാൾ. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോന ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തെ നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണേ, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ? 7 മണിയായി. ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല. കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം സത്യമല്ലേ. വലിയ നീക്കത്തിനാണ് ഗണേഷ് കുമാർ തുടക്കമിടുന്നത്. ഗണേഷ് കുമാറിനെ ഡയറക്ട് ബോർഡിൽ നിന്നും പുറത്താക്കിയതിന് ശേഷമുള്ള കടുത്ത നീക്കങ്ങളാണ്. അതിന് രാഷ്ട്രീയ പ്രസക്തിയും ഏറെയാണ് എന്നതാണ് സാഹചര്യം. ഇന്ന് NSSൻ്റെ അഴിമതികൾ വിശദീകരിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തക പ്രകാശനത്തിന് ആദ്യം മന്നം ക്ലബ്ബാണ് അനുവദിച്ചിരുന്നത്. പിന്നീട് പക്ഷേ വിവാദമായപ്പോൾ അവിടെ അനുമതി നിഷേധിക്കുകയും ഒടുവിൽ പ്രസ് ക്ലബിലേക്ക് ആ വേദി മാറ്റുകയുമാണ് ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക്. ഫുട്ബോൾ താരം മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതിൻ്റെ പേരിൽ നടന്നത് വമ്പൻ കള്ളക്കളിയെന്നാണ് സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങളൊന്നും പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന് സ്പോൺസറുടെ വാഗ്ദാനം ആധികാരികമായ ഒരു രേഖകളുമില്ലാതെയാണെന്നും ഈ റിപ്പോർട്ട് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അതേസമയം ഈ കണ്ടെത്തൽ റിപ്പോർട്ടുകൾ എല്ലാം തള്ളുകയാണ് മുൻ കായിക മന്ത്രി. അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് സർക്കാർ തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുവെന്നാണ് മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകുന്ന വിശദീകരണം. ഒരു ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല. മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയിരുന്നു. സ്പോൺസറാകാൻ താൽപ്പര്യമറിയിച്ച് 2 സ്ഥാപനങ്ങൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. ആദ്യം സ്പോൺസറായി നിശ്ചയിച്ചവർ വ്യവസ്ഥ പാലിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സ്പോൺസറായി നിശ്ചയിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകുന്ന വിശദീകരണം. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതിൻ്റെ പേരിൽ സർക്കാർ തലത്തിൽ ഒരു ക്രമക്കേടും നടന്നിരിക്കാൻ സാധ്യതയില്ലെന്നാണ് CPM ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതിരോധം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയാണ് വാക്കുകൾ. എല്ലാത്തിനും കൃത്യമായി രേഖയുണ്ടാകും. ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ല, നമുക്കത് അവിടെ കൊണ്ടുവരുന്നില്ല, പറഞ്ഞുള്ള കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. ബാക്കി എന്താ കാര്യം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അർജന്റീനിയൻ ടീം, പ്രത്യേകിച്ച് മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആളെ പോലെയല്ലേ. നമുക്ക് കേരളത്തിലെ ഏത് കുടുംബത്തിലും പോയാലും മെസ്സി ഉണ്ട്. ക്രമക്കേട് നടക്കാൻ ഒരു സാധ്യതയില്ല. എന്ത് ക്രമക്കേട് എങ്ങനെ നടക്കുക? ക്രമക്കേട് നടക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. ആരും കൊടുത്തും വാങ്ങിയും ചെയ്യുമ്പോഴല്ലേ ക്രമക്കേടിന്റെ ഭാഗമായ പ്രശ്നമുള്ളൂ. അതിന് കൃത്യമായ രേഖയുണ്ടാവില്ലേ? അതൊക്കെ നിങ്ങൾ ഓരോ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വം കള്ളപ്രചാരവേല നടത്തുന്നത് മാത്രമല്ലേ ഉള്ളൂ.
അത് നോക്കണം. സെക്രട്ടറിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. സെക്രട്ടറി അല്ലേ അതിൻ്റെ ഉത്തരവാദി. വേറെ രേഖേൻ്റെ കസ്റ്റോഡിയൻ ആരാ? ഏത് സെക്രട്ടറി ആയാലും നമുക്കെന്താ ഇപ്പോൾ ഏത് സെക്രട്ടറി ആയാലും ഒരു കാര്യം ഞാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ട് എന്താ സർക്കാർ അവസാനിക്കുന്നുണ്ടോ? അതൊരു പുതിയ ചോദ്യമാണല്ലോ. ഒരു സർക്കാർ ഏത് സർക്കാരായാലും അവരുടെ സെക്രട്ടറി ഇല്ലേ അവിടെ? അതെങ്ങനെയാ ഈ രീതിയിൽ നിങ്ങൾക്ക് ആളുകളുടെ ശ്രദ്ധ ഇരിക്കാൻ വേണ്ടി ഇപ്പം മെല്ലെ മെസ്സിനെ കൊണ്ടുവരിക? രാജ്യം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് മെല്ലെ മെസ്സി ചില പത്രത്തിൻ്റെ അജണ്ട തന്നെയത്. അത്രേ ഞാനിപ്പം പറയുന്നത്. ബാക്കി പിന്നെ പറയാം, വിശദമായിട്ട് പറയാം. ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാനാണ് CPM ശ്രമിക്കുന്നത്. MV ഗോവിന്ദന്റെ വാക്കുകളും അങ്ങനെ തന്നെയാണ്. ഒരു ഇടവേളയാണ്, മടക്കി വരുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതാൻ പൂണൂലഴിച്ചുവെച്ച് വന്ന് പൊതുരംഗത്തിറങ്ങിയ ഡോക്ടർ MV പരമേശ്വരൻ അന്തരിച്ചു. ശാസ്ത്ര പ്രചാരണത്തെ ജനകീയമാക്കുന്നതിൽ എന്നും മുൻനിരയിലുണ്ടായിരുന്നു അദ്ദേഹം. നാലാം ലോക സിദ്ധാന്തത്തിൻ്റെ പേരിൽ CPMൽ നിന്നും പുറത്താക്കപ്പെട്ടു. മലയാളിക്കെന്നും അഭിമാനമായ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ഡോക്ടർ MV പരമേശ്വരൻ. ആറ്റം ബോംബുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും പുറത്തുവരാത്ത ലോകത്തെ ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന് പഠിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. വേറിട്ട് തൃശൂർ കിരാലൂർ മടങ്ങർലി മനയിൽ സവർണ പൗരോഹിത്യ ചുറ്റുപാടിൽ ജനിച്ച MV പരമേശ്വരന്റെ വഴി എന്നും വേറിട്ടതായിരുന്നു. കാലഹരണപ്പെട്ട ഒരാശയത്തോടും ഒപ്പം നടന്നില്ല. പുതിയ ചിന്തകളാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവും ജനകീയാസൂത്രണവും ഉദാഹരണങ്ങൾ. കേരളത്തിലെ CPM സൈദ്ധാന്തികരിലെ പ്രമുഖൻ 70കളിലും 80കളിലും പ്രൊഫഷണൽ മേഖലയിൽ പഠിച്ചിരുന്ന നിരവധി പേരെ ഇടത് ചിന്തയിലേക്ക് എത്തിച്ചു. 2004-ൽ നാലാം ലോക സിദ്ധാന്തത്തിന്റെ പേരിലാണ് MV പരമേശ്വരനും CPMഉം രണ്ടു വഴിക്കായത്. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. റഷ്യയിലായിരുന്നു ഉപരിപഠനം. മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ്. ഇന്ത്യയിൽ തിരിച്ചെത്തി 1957-ൽ 22-ാം വയസ്സിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞനായി. EMSുമായുള്ള അടുപ്പത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടുതൽ സജീവമായി. കേന്ദ്ര ആണവ കമ്മീഷൻ അംഗമായിരിക്കെ 1975-ൽ കേരളത്തിൽ മടങ്ങിയെത്തി പാർട്ടി അംഗമായി. ചിന്താ പ്രസിദ്ധീകരണ വിഭാഗമായിരുന്നു പ്രവർത്തന മേഖല. മാർക്സിസം സാധാരണക്കാരെ പഠിപ്പിക്കാനുള്ള ചെറിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രവർത്തിച്ചു. പിന്നീട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃനിരയിലേക്ക്. ശാസ്ത്ര പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കുന്നവർ എന്നതിൽ നിന്ന് ജനകീയ പ്രസ്ഥാനമായി പരിഷത്തിനെ മാറ്റി. അക്കാലത്ത് കേരളം മുഴുവൻ പ്രകൃതി, സമൂഹം, ശാസ്ത്രം എന്ന പേരിൽ MV പരമേശ്വരന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ ക്ലാസുകൾ ദൈവനിഷേധം പ്രചരിപ്പിക്കുകയാണെന്ന പ്രചാരണത്തിന് വഴിവെച്ചു. 1984-ലെ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം ഭോപ്പാലിലേക്ക് നടത്തിയ സയൻസ് ട്രെയിൻ യാത്ര ലോകശ്രദ്ധ പിടിച്ചുപറ്റി. പാലക്കാട് മുണ്ടൂരിൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ സ്ഥാപിച്ചു. പുകയില്ലാത്ത അടുപ്പുകൾ എന്ന ആശയം നടപ്പാക്കി. എല്ലാവരും നടക്കാത്തത് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ സമ്പൂർണ്ണ സാക്ഷരതാ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതാണ് അദ്ദേഹം മലയാളിക്ക് നൽകിയ ഏറ്റവും മഹത്തായ സമ്മാനം. പിന്നീട് ഇത് ഭാരത് ജ്ഞാൻ വിജ്ഞാൻ സമിതി എന്ന നിലയിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ചു. അക്ഷര സാക്ഷരത രാഷ്ട്രീയ സാക്ഷരതയുടെ തുടക്കമാണെന്നായിരുന്നു MV പരമേശ്വരന്റെ വാദം. ഈ സമയത്തെല്ലാം പാർട്ടി MVക്കൊപ്പം അടിയുറച്ചു നിന്നെങ്കിലും നാലാം ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ CPM ഇടഞ്ഞു, പുറത്താക്കി. പിന്നീട് പൊതുരംഗത്തും ശാസ്ത്രവേദികളിലും പുസ്തകരചനയിലും സജീവമായിരുന്നു. കാലഹരണപ്പെടാത്ത സ്വപ്നങ്ങൾ എന്നാണ് ആത്മകഥയുടെ തലക്കെട്ട്. എന്നും വലിയ സ്വപ്നങ്ങൾ വിൽക്കുന്നയാളെന്നാണ് മുൻ ധനമന്ത്രി TM തോമസ് ഐസക് ഡോക്ടർ MV പരമേശ്വരനെ വിശേഷിപ്പിച്ചിരുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തായ ശേഷം അടിസ്ഥാനപരമായ മാർക്സിസ്റ്റായ താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ CPM മനസ്സിലാക്കിയില്ലെന്ന് ഡോക്ടർ MV പരമേശ്വരൻ തുറന്നു പറഞ്ഞു. എന്നും സംവാദങ്ങൾ നിറഞ്ഞ ജീവിതത്തിനാണ് പര്യവസാനമാകുന്നത്. ന്യൂസ് 18 തൃശൂർ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കടത്തിന് പിടിയിലായ ആളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായവർ തന്നെ ലഹരി കടത്തുകയാണ്. അബ്ദുൾ സലാം എന്ന പ്രതി കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിയമസഭയിലും എത്തി. പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ MV ഗോവിന്ദൻ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പോലീസിന് നേരെ ഭീഷണി പ്രസംഗവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. പോലീസുകാർക്കും വീടുകളുണ്ടെന്നും
അവിടെ ഞങ്ങളും കയറുമെന്നുമാണ് ഭീഷണി. മല്ലപ്പള്ളി കാട്ടാമലയിലെ വീടുകളിൽ കയറിയ പോലീസുകാരെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് ഉദയഭാനു പ്രതികരിച്ചത്. അർജുൻ ആയങ്കിക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലെ CPM പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയതിൽ പ്രകോപനത്തിലാണ് ഇത്തരം വാക്കുകൾ. ഇത് സംബന്ധിച്ച് CPM നടത്തിയ സമര പരിപാടിക്കിടെയായിരുന്നു ഉദയഭാനുവിന്റെ വിവാദ പരാമർശം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഒക്ടോബറിൽ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന സൂചന നൽകി ചീഫ് ജസ്റ്റിസ്. 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. ബോധ്ഗയ ക്ഷേത്രക്കേസ് പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ബോധ്ഗയ കേസ് ശബരിമല വിധിക്ക് ശേഷം പരിഗണിക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടപ്പോഴാണ് ശബരിമല കേസിലെ വിധി ഒക്ടോബർ ആദ്യവാരം ഉണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. ബോധ്ഗയ കേസ് ഒക്ടോബർ 6-ന് പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മന്ത്രി N. ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. SIO മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന KK അഷ്റഫിനെയാണ് സ്റ്റാഫിലെടുത്തത്. നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു അഷ്റഫ്. ഓഫീസ് അറ്റൻഡന്റ് പദവിയിലാണ് നിയമനം. മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക് മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിയമനം നൽകുന്നില്ലെന്ന ആക്ഷേപം MSF അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നതിനിടയിലാണ് വെൽഫെയർ പാർട്ടി നേതാവിന് ലീഗ് മന്ത്രിയുടെ സ്റ്റാഫിൽ നിയമനം നൽകിയത് എന്നതാണ് വിവാദത്തിന്റെ കാരണം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്ന ബിൽ പാസാക്കി. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ബില്ല് പാസാക്കിയത്. ബിൽ ചർച്ച കൂടാതെ പാസാക്കുകയായിരുന്നു. केरल नाम परिवर्तन विधेयक 2026 माननीय मंत्री जी। महोदय, मैं माननीय गृह मंत्री जी की ओर से प्रस्ताव करता हूं कि केरल राज्य का नाम परिवर्तन करने वाले विधेयक पर विचार किया जाए। प्रश्न ये है कि विधेयक पर विचार किया जाए। जो सदस्य इसके पक्ष में है वो हाँ कहें, जो सदस्य विरोध में है वो ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ। विधेयक पर विचार करने का हेतु प्रस्ताव को स्वीकृत किया गया। अब सभा विधेयक पर खंडवार विचार करेगी। കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.